organizations and the commencement of its activities for the year 2026-2027. As the Bible reminds us in Psalm 118 verses 24, "This is the day the Lord has made. Let us rejoice and be glad in it." With hearts full of gratitude and joy, we warmly welcome each one of you to this special occasion. The UAE Center meetings and all its programs have always held a significant place in the life of the UAE Mar Thoma community. They are not merely gatherings, but occasions that strengthen our fellowship, deepen our faith, and be Christian witnesses. As we begin this new year of activities of all organizations, may He guide every organization, every leader, and every member so that all our endeavors may glorify His holy name and contribute to the growth of His kingdom. Once again, we extend our heartfelt welcome to all of you to this inaugural Joint Center meeting of all organizations and to the commencement of the activities for the year 2026-2027. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കിക്കൊണ്ടിരിക്കെ ഉദ്ഘാടന ഗാനം ആലപിക്കുന്നതിനായി അബുദാബി മാർ തോമ പാരിഷ് മിഷനെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ മധ്യാഹ്ന സമയം ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു അവസരമാകുന്നുവല്ലോ. അതുകൊണ്ട് ഈ ആലയത്തിലിരിക്കുന്ന എല്ലാവരും നമുക്കറിയാവുന്ന പാട്ടാണ് പാടുന്നത്. ഒരുമിച്ച് കൈകളടിച്ച് സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് പാടാം. എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിൻ്റെ നാമമാണ്. അങ്ങനെ ഞങ്ങൾ ആ യേശുവിൻ്റെ നാമം ഉയർത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാടാം. ശ്രീയേശു നാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. അതിശയനാമം, ഏഴേനിക്കിമ്പനാമം, എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴക്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴക്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശു നാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. ശ്രീയേശു നാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. എന്നമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. ധന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ധന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം.
കുഷ്ഠരോഗികൾക്കും മൂഢന്മാർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതൽ നൽകും നാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം പാപപരിഹാരത്തിനും പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപപരിഹാരത്തിനും പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്നു പാവനമാ പുണ്യനാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്നു പാവനമാ പുണ്യനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം സർവശക്തനായ ദൈവസന്നിധിയിൽ നമുക്ക് വിനയത്തോടെ അവിടുത്തെ ദിവ്യ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കാം. ഉദ്ഘാടന പ്രാർത്ഥന നയിക്കുന്നതിനായി ഷാർജ മാർത്തോമ ഇടവക വികാരിയായ റവറൻ ബിൻസു ഫിലിപ്പച്ചനെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കഥാവും ദൈവമേ, അനുഗ്രഹീതമായ ജീവിതത്തിന് നന്മകൾ, അനന്തമായ സാധ്യതകൾ നീ ഞങ്ങൾക്ക് നൽകി നീ ഞങ്ങളെ ലോകത്തിലാക്കിയ വലിയ കൃപകൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ സെൻറ്റർ സംഘടനകളുടെ ഒരുമിച്ചുള്ള പ്രവർത്തന ഉദ്ഘാടന മീറ്റിംഗായി ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിലേക്ക് അടുത്തു വരുന്നു. നീ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ ദർശനങ്ങൾക്കായും ഉൾക്കാഴ്ചകൾക്കായും ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈ കാലഘട്ടത്തിൽ കഥാവേ, പുതിയ വർഷം നവ്യമായ നന്മകളോടുകൂടെ പ്രവർത്തന മേഖലകളിലേക്ക് വ്യാപരിപ്പാൻ തക്കോണം നീ ഞങ്ങളെ ഇവിടുന്ന് എല്ലാവരെയും ശക്തരാക്കണമേ എന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായി മീറ്റിങ്ങിന് നേതൃത്വം നൽകുന്ന അഭിവന്ദ്യ ജോസുമാർ ബർന്നബാസ് സവർൺ മെത്രാപ്പോലിത്ത തിരുമേനിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 50 വർഷങ്ങൾ പഠിത ശുശ്രൂഷയിൽ ധന്യമായ അനുഗ്രഹീതമായ നേതൃത്വം നൽകുവാൻ തക്കോണം അവിടുത്തെ അഭിഷക്തനെ വിളിച്ച് വേർതിരിച്ച വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ സഭകൾ മെത്രാപ്പോലിത്ത തിരുമേനിയിലൂടെ സഭയ്ക്ക് ലഭിക്കുന്ന വലിയ നേതൃത്വത്തിനായി, ദർശനത്തിനായി, കാഴ്ചപ്പാടുകൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഈ മീറ്റിങ്ങിൽ കഥാവ് ഞങ്ങളോടുകൂടി ഒരുമിച്ചായിരിക്കുമ്പോൾ ആവശ്യമായ നന്മകൾ, ദൈവകൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. തിരുസന്നിധിയിലായിരിക്കുന്ന വൈദികർ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വന്നു ചേർന്നതിൻ്റെ ജനസമൂഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹീതമായ ഈ ഉദ്ഘാടന മീറ്റിങ്ങിലായിരിക്കാൻ തക്കൊണ്ട് ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. ആദ്യോടന്തം അവിടുത്തെ കൃപയാവരിക്കണം. ആവശ്യമായ ദർശനങ്ങൾ, വെളിപാടുകൾ നീ ഞങ്ങൾക്ക് നൽകണം. ദൈവകൃപയെ ഞങ്ങളെ പൊതിയണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ഇവിടുന്ന് കേൾക്കണമേ. ആമേൻ. ദൈവവചനം നമ്മുടെ കാലുകൾക്ക് ദീപവും നമ്മുടെ പാതയ്ക്ക് വെളിച്ചവുമാകുന്നു. ബൈബിൾ വായനയ്ക്കായി UAE സെൻറ്റർ ക്വയർ ലേഡി സെക്രട്ടറി ശ്രീമതി സൂസൻ ജോജിയെ സാദരം ക്ഷണിക്കുന്നു. പാഠഭാഗമായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ശരീരമൊന്നും അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെ ആകുന്നു. ക്രിസ്തുവും യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഞാൻ കൈ അല്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല.
ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രാവണമായാൽ ഘ്രാണം എവിടെ? ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറായി വെച്ചിരിക്കുന്നു. സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നു തന്നെ. കണ്ണിന് കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴകു കുറഞ്ഞവയ്ക്ക് അധികം അഴകു വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങൾ ഒക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറായി അവയവങ്ങളും ആകുന്നു. ഇവിടെ പാഠഭാഗം അവസാനിക്കും. സംഗീതം എപ്പോഴും നമ്മുടെ വിശ്വാസത്തിൻ്റെ മനോഹരമായ ഒരു പ്രകടനമാണ്. സ്തുതിഗാനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുന്നതിനായി അബുദാബി മാർത്തോമ പാരിഷ് മിഷനെ സാദരം ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആകുല വേളകളിൽ, ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ അവൻ നമ്മെ മാറോട് ചേർക്കുന്ന ദൈവമാണ്. ഇന്ന് മധ്യാഹ്ന സമയം നമുക്ക് ഒരുമിച്ച് ഈ ആലയത്തിന് നടുവിലിരുന്ന് പ്രിയപ്പെട്ട തിരുമേനിയോടൊപ്പവും പ്രിയപ്പെട്ട നമ്മുടെ അച്ഛന്മാരോടൊപ്പവും ദൈവത്തെ സ്തുതിപ്പാൻ ഇങ്ങനൊരു അവസരം തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ആത്മാവിൽ നിറഞ്ഞ് നമുക്ക് കൈകളടിച്ച് ശക്തിയോടുകൂടെ പാടാനായിട്ട് സാധിക്കണം. തുണ എനിക്ക് യേശുവാം, കുറവിനിയില്ലതാൽ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും. ഇന്ന് രാത്രി ഇന്ന് മധ്യാഹ്ന സമയം നമുക്കൊരു കാര്യം അറിയാം, നമ്മെ മാറാത്ത ദൈവം, മറക്കാത്ത ദൈവം, മറയ്ക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കൈകളടിച്ച് പാടാം. തുണ എനിക്ക് യേശുവാം. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്ക് യേശുവാ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അവൻ എൻ്റെ സങ്കേതവും അവലംബവും കോട്ടയും. അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. അവൻ എൻ്റെ സങ്കേതവും അവലംബവും കോട്ടയും. അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. തുണ എനിക്ക് യേശുവാ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. പകലിന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപമഴ പോ. പകലിന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപമഴ പോ. തുണ എനിക്ക് യേശുവാ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ശരണം
പരിചയും പലകയുമാ പരമനി പാരിടത്തിൽ ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ പരിചയും പലകയുമാ പരമനി പാരിടത്തിൽ തുണ എനിക്കേശുവാ ഉറവിനില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ പലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലവൻ കാത്തിടുമേ പലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലവൻ കാത്തിടുമേ തുണ എനിക്കേശുവാ ഉറവിനില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ തുണ എനിക്കേശുവാ ഉറവിനില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ തുണ എനിക്കേശുവാ ഉറവിനില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ഒരു പാട്ടും കൂടെ പാടി നമുക്ക് ദൈവത്തിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ അധിപൻ ആരാണ്? കർത്താവായ യേശുവാണ്. അതെങ്കിൽ ഇന്ന് ഈ മധ്യാഹ്ന സമയം നമ്മുടെ കർത്താവിനോട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്ന യേശു ഇന്ന് മധ്യാഹ്ന സമയം ഈ ആലയത്തിൻ്റെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പല ദേശങ്ങളിലായിരുന്നു നമുക്ക് ഈ അബുദാബി മാർത്തോമ ഇടവയുടെ ദേവാലയത്തിൻ്റെ നടുവിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം തന്ന ഭാഗ്യത്തിനായി ദൈവത്തിന് 1000 കോടി നന്ദി കരയറ്റാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് പാടാനായിട്ട് സാധിക്കണം. സേനയിൻ അധിപൻ ദേവനതിനായി ആശ്രയം അവനുണ്ടോ ആയവൻ ഏവനും തന്നെ. അതുകൊണ്ട് ഇന്ന് മധ്യാഹ്ന സമയം നമുക്ക് ആ ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഒരുമിച്ച് ചേർന്ന് കൈകൾ അടിച്ച് പാടാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്, അതുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് പാടാം. യാരിൻ വാസമൻ
മനോഹരമായ സ്തുതിഗാനങ്ങളിലൂടെ ഇന്നത്തെ പരിപാടിക്ക് കൂടുതൽ ഭംഗിയും അർത്ഥപൂർണതയും പകർന്ന അബുദാബി മാർത്തോമ പാരിഷ് മിഷന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ ഈ യോഗത്തിനും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽ ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥന നയിക്കുന്നതിനായി UAE സെൻറ്റർ സേവികാ സംഘം പ്രതിനിധി മിസസ് റേച്ചൽ ജോണിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ കർത്താവിങ്കലേക്കൊന്ന് ഉയർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്നതുപോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഞങ്ങളെ അത്യധികമായിട്ട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പൻ്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾക്ക് കർത്താവേ UAE സെൻറ്റർ മീറ്റിംഗ് ആയിട്ട് കൂടി വരുവാൻ ദൈവമേ ഞങ്ങൾക്ക് ഒരവസരം കൂടി തന്ന അവിടുത്തെ വലിയ ദയോർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നപ്പാ. ഇന്ന് പ്രഭാതത്തിൽ അവിടെ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം കർത്താവേ. ആരോഗ്യത്തോടെ ഇപ്പോൾ അപ്പൻ്റെ സന്നിധിയിൽ ഇരിപ്പാനുള്ള കൃപ തന്നതോർത്ത് സ്തോത്രം. ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ രാവിലെ ഞങ്ങൾക്ക് തന്ന നല്ല ആരാധനയ്ക്കായിട്ട് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ആരാധനയിലൂടെ കർത്താവെ ഞങ്ങൾക്ക് തന്ന വചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് കർത്താവെ അവിടുത്തെ മേശയെങ്കിൽ കർത്താവെ പങ്കാളികളാകുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം കർത്താവെ. ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും യാത്രയിൽ അവിടുന്ന് കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. ആവാത്തതായിട്ടുള്ള അനേക നന്മകളെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതോർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു കർത്താവ്. എത്ര സ്തുതിച്ചാലും മതിയാകാതെ വണ്ണം കർത്താവെ ഞങ്ങളെ അവിടുന്ന് പരിപാലിക്കുന്ന അവിടുത്തെ വലിയ ദയയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. ഞങ്ങൾ പ്രവാസികളായിട്ട് വന്ന് പാർക്കുന്ന ഈ ദേശത്ത് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആരാധനാ സ്വാതന്ത്ര്യത്തിനായിട്ട് സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. അതിനുവേണ്ടി ഞങ്ങൾക്ക് കർത്താവെ ഹല്ലേലൂയ സാഹചര്യങ്ങളെ ഒരുക്കി തന്ന ഈ ദേശത്തിൻ്റെ ഭരണാധികാരികളെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ കൃപയിൽ അവരെ പൊതിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവകൃപ അവരോട് കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കൂടി വരവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. UAE സെൻറ്ററിൻ്റെ കർത്താവെ പ്രവർത്തന വർഷത്തെ ഉദ്ഘാടനത്തിനായിട്ട് ഞങ്ങളുടെ കർത്താവെ കൂടി വന്നിരിക്കുന്നു. ഇനി ഒരു വർഷക്കാലം ഞങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുവാൻ കർത്താവെ ഞങ്ങളെക്കുറിച്ച് അവിടുന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽ കർത്താവെ ആയിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്ന് ഞങ്ങളുടെ മധ്യേ കർത്താവെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു വന്നതായിട്ടുള്ള ഞങ്ങളുടെ പ്രിയ തിരുമേനിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 50 വർഷക്കാലം നിൻ്റെ മകൻ്റെ ജീവിതത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയിലായിരിക്കാൻ അവിടുന്ന് അനുവദിച്ച കരുണയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ സഫർഗൻ മെത്രാപ്പൊലീത്തയായിട്ട് കർത്താവെ ഹല്ലേലൂയ നിൻ്റെ മകൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവെ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ അനേകരോട് കരുണ കാണിപ്പാൻ ഹല്ലേലൂയ നിൻ്റെ മകനെ എടുത്ത് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവകൃപയിൽ നിൻ്റെ മകനെ പൊതിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യയായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാർക്കായിട്ട് സ്തോത്രം കർത്താവെ. അവരിലൂടെ ചെയ്തെടുക്കുന്നതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കൂടി വന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ സംഘടനകളുടെയും പ്രവർത്തനങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഓരോ സംഘടനകളെക്കുറിച്ചും അവിടുന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽ കർത്താവെ ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്തെടുക്കുവാനുള്ള കൃപ ദൈവമേ ഞങ്ങൾക്ക് പകർന്നു നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഞങ്ങൾ സമാധാനത്തിലും സന്തോഷത്തിലുമായിരിക്കുമ്പോൾ സമാധാനമില്ലാതെ കർത്താവെ ഹല്ലേലൂയ ഒരു പ്രത്യാശയും ഇല്ലാതെ ആയിരിക്കുന്ന ജീവിതങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളുണ്ട് കർത്താവെ. രോഗത്തിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഓർത്ത് ആകുലതയോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നാളെ എന്ത് ആയിത്തീരുമെന്നുള്ള ആകുലതയോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ കർത്താവെ എല്ലാറ്റിനും കർത്താവ് പരിഹാരമായിട്ട്
കർത്താവെ, ഞങ്ങൾക്കൊരു ആശ്രയിപ്പാൻ കർത്താവുണ്ടെന്നുള്ള ബോധ്യത്തോടെ ജീവിപ്പാൻ ദൈവമേ പ്രിയപ്പെട്ടവരെയൊക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പ്രാണനെ തണുപ്പിക്കുന്നതായിട്ടുള്ള അവിടുത്തെ തിരുനാമ നിമിത്തം ഞങ്ങളെ നീതിപാതകളിൽ നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ കൂടിവരവിനെ അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവേ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ദൈവമേ. അവിടുത്തെ കൃപയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ കർത്താവ് നേതൃത്വത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഏൽപ്പിക്കുന്നു കർത്താവേ. അവിടുത്തെ ആലോചന പ്രകാരം കാര്യങ്ങളെ ചെയ്യുവാനുള്ള കൃപ നൽകിത്തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യയായിരിക്കുന്ന ഞങ്ങളുടെ തലമുറകളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ദൈവകൃപയിൽ അവർ വളർന്നു വരുവാൻ ഇടയാക്കണം കർത്താവേ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കാലുകൾ വഴുതി പോകാതെ നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ സംഘടനകളെയും പേരായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. സകലത്തിലും അവിടുന്ന് തന്നെ മഹത്വം എടുക്കണം. പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നു എന്ന് ഞങ്ങൾക്കുള്ള ധൈര്യമാപ്പാ. പ്രാർത്ഥന കേട്ടുവെങ്കിൽ മറുപടി ലഭിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. യുവജന സഖ്യത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ യാത്ര ചെയ്ത് UAE സെൻറ്റർ പാരിഷ് മിഷൻ്റെ പ്രവർത്തനങ്ങൾ വരെ എത്തി നിൽക്കുന്ന UAE സെൻറ്റർ പാരിഷ് മിഷൻ്റെ കാര്യദർശി ശ്രീ എബി ആനിക്കാടിനെ സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ എബി ആനിക്കാട് നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു അനുഗ്രഹീത കലാകാരൻ കൂടിയാണ്. മുഖചിത്രങ്ങൾ, ഛായാചിത്രങ്ങൾ എന്നിവയിൽ കൂടെയും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നമ്മൾ ഈ UAE സെൻറ്റർ കണ്ടതാണ്. സ്വാഗത പ്രസംഗത്തിനായിട്ട് ശ്രീ എബി ആനിക്കാടിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനൗൺസ്മെൻറ്റിലുള്ള വാചകങ്ങൾ കേട്ടപ്പോൾ ഈ പാരിഷ് മിഷൻ്റെ സെക്രട്ടറി ആയിട്ട് നേരത്തെ തന്നെ വരേണ്ടതായിരുന്നു ഓർത്തുപോയി. ഞാൻ ഈ വിശുദ്ധ മധുവായുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒട്ടേറെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ദേവാലയമാണിത്. പ്രിയപ്പെട്ട ബോബി ആമുഖമായിട്ട് പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കഥ എഴുതി സമ്മാനം വാങ്ങിച്ച് ഈ പള്ളി വെച്ചാണ്. ഞാനൊരു സമ്മാനം വാങ്ങാനായിട്ട് ഈ പള്ളിയിൽ വന്ന് 2008 സ്പന്ദനത്തിൻ്റെ ചീഫ് എഡിറ്റർ എന്നുള്ള സ്ഥാനം എൻ്റെ തലയിൽ വെച്ച് കെട്ടി തിരിച്ചു വിട്ടത് ഈ പള്ളിയിൽ നിന്നാണ്. ഞാൻ പറയാൻ വന്നത്, പൊതുപ്രവർത്തനത്തിൻ്റെ ആരംഭം കുറിച്ച് ഇവിടെ എത്തിച്ചത് ദൈവത്തിൻ്റെ കൃപയാണെങ്കിലും ഈ പള്ളിയോട് ഞാൻ വൈകാരികമായിട്ട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. എനിക്കറിയാം സമയത്തിൻ്റെ പരിമിതി ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഞാനാണ്. കാരണം ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് എന്നെയും പ്രിയപ്പെട്ട ഷിജുവച്ചനെ റാസൽ കൈമയിൽ നിന്ന് ഏതാണ്ട് 250 കിലോമീറ്ററോളം ദൂരെ നിന്ന് ഞങ്ങളെയാണ് ബാധിക്കുന്നത്. തീർച്ചയായിട്ടും ആലങ്കാരിക വാക്കുകൾക്ക് പ്രസക്തിയില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സമയം എൻ്റെ സമയത്തേക്കാൾ വിലയേറിയതാണെന്നും അറിയാം. ഏതാണ്ട് ഒരു വിഷമകാലഘട്ടത്തെ അതിജീവിച്ച് ഭയാശങ്കകളുടെ കാർമേഘത്തിൽ നിന്ന് പ്രത്യാശയുടെ പുതുപുലരിയുടെ നിറവിലാണ് നാം നിൽക്കുന്നത്. ഏറെ ആശങ്കകളുടെ സമയം നമ്മളിൽ നിന്ന് കടന്നുപോയി. ദൈവം നമ്മളെ ഇസ്രായേൽ മക്കളെ നടത്തിയതുപോലെ അതിശയകരമായിട്ട് നടത്തി. തീർച്ചയായിട്ടും സമയപരിമിതിക്കുള്ളിൽ നിന്നും ആ വാചകം അല്ലെങ്കിൽ ആ വസ്തുത പറയാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. ഏറെ സന്തോഷത്തോടെ, ഏറെ വിനയത്തോടെ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ചുമതലയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. UAE-ലെമ്പാടുമുള്ള മർത്തോമ സഭാ വിശ്വാസികളുടെ ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ, അതിൽ സ്വാഗതം പറയുവാനായിട്ട് എന്നെ ചുമതലപ്പെടുത്തുമ്പോൾ ഞാൻ ഏറെ ചാരിതാർത്ഥ്യത്തോടെ ആ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. UAE പാരിഷ് മിഷൻ്റെ സെൻറ്റർ പ്രസിഡൻ്റായിട്ട് ഏറ്റവും സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തി അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ബിജോ എ തോമസ് അച്ഛനെ നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതും പ്രിയ അച്ഛനാണ്.
അടുത്തതായിട്ട് സ്വാഗതം പറയേണ്ടത് ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് കടന്നു വന്ന് അനുഗ്രഹീതമായ ദൈവവചനത്താൽ നമ്മളെ സമ്പുഷ്ടനാക്കാൻ ഏറ്റിരിക്കുന്ന അല്ലെ നാം പ്രതീക്ഷിക്കുന്ന റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധിപനും മാർത്തോമ സഭയുടെ സഭഗ്രം മെത്രാപ്പോലീത്തായുമായ അഭിവന്യ ബർന്നവാസ് തിരുമേനിയാണ്. ഞാൻ ഏറെ കാര്യങ്ങൾ തിരുമേനിയെപ്പറ്റി പറയേണ്ട കാര്യമില്ല. കാരണം ഈ ഇടവകയുടെ തന്നെ ചുമതല വഹിക്കുന്ന തിരുമേനിയാകുമ്പോൾ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് തിരുമേനിയെപ്പറ്റി അറിയാം. തീർച്ചയായിട്ടും തിരുമേനിയെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ പട്ടത്ത ശുശ്രൂഷയുടെ 50-ാം വാർഷികം ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ജൂൺ 12-നായിരുന്നു ആഘോഷിക്കുന്ന പ്രിയ തിരുമേനിയെ UAE സെൻറ്റർ മാർത്തോമ കൂട്ടായ്മ ഏറെ ആദരവോടെ തിരുമേനിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ ആശീസ്സുകളോടെ UAE സെൻറ്ററിന് വേണ്ടി സെൻട്രൽ പാരീഷ് മിഷൻ്റെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ KE ജോൺ അവർകൾ തിരുമേനിക്ക് നമ്മുടെ എല്ലാവരുടെയും സ്നേഹോപഹാരം ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നൽകുന്നതായിരിക്കും. സംഘടനകളുടെ എല്ലാ ചുമതലക്കാർ, ഓരോ സംഘടനയുടെയും തെരഞ്ഞെടുത്ത ചുമതലക്കാരും കൂടെ മുന്നോട്ട് വന്ന് ഈ സമയത്ത് ഈ ഉപഹാരം നൽകുന്നതായിരിക്കും. ഈ ഒരു ചരിത്ര നിമിഷത്തിൽ പങ്കാളിയായ എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ സമയത്ത് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ചുമതല തുടരുന്നു. നമ്മുടെ ഈ മീറ്റിങ്ങിൽ അവിചാരിതമെന്ന് ഒന്നില്ല എങ്കിൽ പോലും ഇന്ന് ആശംസ അറിയിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട തിരുമേനിയുടെ സെക്രട്ടറി കൂടിയായ അരുൺ തോമസ് അച്ഛനെ ഈ മീറ്റിങ്ങിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് പലർക്കും സുപരിചിതനായ നിങ്ങൾക്ക് പലർക്കും സുപരിചിതനായ പ്രിയപ്പെട്ട VT ജോസൻ അച്ഛനെ ഞാൻ ക്ഷണിച്ചപ്പോൾ തന്നെ ഏറെ സന്തോഷത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരാമെന്ന് അറിയിച്ച് ഇന്ന് ഇതിൽ പങ്കെടുക്കുന്ന പ്രിയ അച്ഛനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും നാമത്തിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ചാക്കോപ്പി അച്ഛനെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ശാരീരികമായ അസ്വസ്ഥതയും പനിയൊക്കെ ആയിട്ട് വരാനായിട്ട് പറ്റില്ല എന്നറിയിച്ചു. എങ്കിലും അച്ഛനെ ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കുന്നു. തുടർന്ന് ഈ വേദിയെ സമ്പുഷ്ടനാക്കുന്ന നമ്മുടെ 12 അച്ഛന്മാരായിരുന്നു കാണേണ്ടത്. എന്നാൽ തോമസ് ഫിലിപ്പച്ചൻ ഇന്ന് എത്തിയിട്ടില്ല, ഫുജറയുടെ വികാരി. ബാക്കി എല്ലാവരും നമ്മുടെ സംഘടനയുടെ ഭാരവാഹിത്വം വഹിക്കുന്നവരും നമ്മുടെയൊക്കെ ഇടവകയുടെ പ്രിയപ്പെട്ട വികാരിമാരാണ്. അതിൽ തന്നെ നമ്മുടെ വിൽസൺ അച്ഛൻ, ഞങ്ങളുടെ അതുപോലെ ജോൺ നോക്സ് അച്ഛൻ, എൻ്റെ നാട്ടുകാരനും പ്രിയപ്പെട്ട ടിറ്റു അച്ഛൻ,
എൻ്റെ ഇടവകാരിയും ക്ലർജിയുടെ ചുമതലപ്പെട്ട ഷിജു ഫിലിപ്പച്ചൻ, ബിനോയ് ബേബി അച്ഛൻ, അതുപോലെ തന്നെ ബിൻസു അച്ഛൻ, നമ്മുടെ ടോമച്ചൻ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മുത്തേരി അച്ഛൻ, അനീഷ് അച്ഛൻ, എല്ലാവരെയും അവരിതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഒറ്റ വാക്കിൽ അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ പൂ കിട്ടാത്തതിൻ്റെ പേരിൽ ആരും പരാതിയൊന്നും പറയരുത്. ഞങ്ങൾ ഹൃദയത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പൂ തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ മീറ്റിങ്ങിനെ ഏറ്റവും സന്തോഷകരമാക്കുന്ന ഇന്ന് ഈ ഇത്രയും കഠിനമായ ചൂടിൽ വന്നിതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും UAE-യിലെ എല്ലാ സംഘടനകളുടെ നാമത്തിൽ ഉള്ള സ്വാഗതം അറിയിക്കുകയാണ്. തുടർന്നുള്ള തുടർന്നുള്ള എല്ലാ പരിപാടികളിലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു എബി. നിരണം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു അനുഗ്രഹീത പട്ടക്കാരൻ, പുഞ്ചിരിയും ഹാസ്യവും താളബോധവും ചേർത്ത് ജീവിതത്തെ അതീവ ലാളിത്യത്തോടെ സമീപിക്കുന്ന വ്യക്തിത്വം, വചന ശുശ്രൂഷയിൽ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന, ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ, ജീവിതവുമായി ഏറെ ബന്ധിപ്പിക്കാവുന്ന ഉദാഹരണങ്ങളാൽ സമ്പന്നമാണ് അച്ഛൻ്റെ ശുശ്രൂഷകൾ. പ്രിയ റവറൻ ബിജോ എബ്രഹാം തോമസ് അച്ഛനെ ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിവന്യ ബർണബാസ് തിരുമേനി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സഹപട്ടക്കാരെ, UAE സെൻറ്ററിലെ വിവിധ സംഘടനകളുടെ പ്രവർത്തകർ, എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. UAE സെൻറ്ററിലെ മുൻകാല പ്രവർത്തകരുടെ പിന്നണിയിൽ ഈ വർഷവും ഒരുമിച്ചുള്ള പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുവാൻ ഇടയായതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിവിധ ഇടങ്ങളിലുള്ള നമുക്ക് ഒരിടത്ത് കൂടി വരുവാൻ, നമ്മൾ വൈവിധ്യങ്ങളുള്ളവരാണെങ്കിലും ഒന്നാണെന്ന് വീണ്ടും ഉച്ചത്തിൽ പറയുവാൻ നൽകിയ ഈ അവസരം എത്ര ധന്യമാണ്. ഒരു പ്രവാസ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം അനുഗ്രഹിച്ചു നൽകിയ ആരാധനാ സ്വാതന്ത്ര്യത്തെ നമ്മുടെ ബന്ധങ്ങളുടെ വളർച്ചയ്ക്കും കൂട്ടായ്മയുടെ പുതുക്കത്തിനും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനുമായി വിനിയോഗിക്കുവാൻ സാധിക്കുന്നത് അനുഗ്രഹീതമായിട്ടുള്ള നിമിഷങ്ങളാണ്. എല്ലാ വർഷങ്ങളിലും നമ്മുടെ UAE സെൻറ്റർ പിന്തുടർന്നു വരുന്ന അനുഗ്രഹീതമായിട്ടുള്ള ഒരു പാരമ്പര്യമാണിത്. ഒരുമിച്ച് കൂടി വരാൻ ലഭ്യമാകുന്ന അവസരങ്ങളിൽ ചേർന്ന് വന്ന് ദൈവസന്നിധിയിൽ പാടുവാൻ, സന്തോഷിക്കുവാൻ, കൂട്ടായ്മയായിരിക്കുവാൻ, ബന്ധങ്ങൾ പുതുക്കുവാൻ നൽകിയ അവസരം. ഈ ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് വീണ്ടും നമ്മളായിരിക്കുമ്പോൾ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മൾ വൈവിധ്യമായ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്നവരാണ് എങ്കിലും നമ്മളൊരപ്പൻ്റെ മക്കളാണെന്നുള്ള ബോധ്യത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ UAE 2026 ഫാമിലി ഇയറായിട്ട് കൊണ്ടാടുന്ന വർഷമാണ്. ഗ്രോയിങ് ഇൻ യൂണിറ്റി എന്നുള്ളതാണ് ഈ വർഷത്തെ UAEയുടെ ചിന്താവിഷയം. ഒരുമിച്ച് കൂടുവാൻ, ഒരുമിച്ച് വളരാം, ഒരുമയിൽ വളരാം, കൂട്ടായ്മയിൽ വളരാം. ഈ ഒരു വലിയ സന്ദേശം ലോകത്തോട് UAE പങ്കുവെക്കുന്നതായിട്ടുള്ള ഈ വർഷങ്ങളിലും UAEയിലെ 7 എമിറേറ്റുകളുമായി പടർന്നു കിടക്കുന്ന 8 അടവുകളും ഒന്നാണെന്ന് നമുക്ക് ലോകത്തോട് പറയാം. വ്യത്യസ്തരാകുന്ന നമുക്കൊരു മനസ്സോടുകൂടി പ്രവർത്തിക്കാം, ഒരുമിച്ച് നിൽക്കാം. നമ്മൾ വൈവിധ്യമായ ഇടങ്ങളിൽ നിന്ന് കടന്നു വരുന്നവരാണ്, വൈവിധ്യങ്ങളായ ചിന്താഗതികൾ പുലർത്തുന്നവരാണ്.
വ്യത്യസ്തമായിട്ടുള്ള ഭാഷാ രീതികൾ കൊള്ളുന്നവരാണ്. എന്നാലും നമ്മളൊന്നാണെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് ഈ പള്ളിയല്ലാതെ മറ്റെന്താണ്? നിങ്ങൾ വ്യത്യസ്തരായ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നവരാണെങ്കിലും നിങ്ങൾ ഒരേ ആത്മീയ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നവരാണെന്ന് ഓരോ പള്ളിയിലെയും മാമോദിസ തൊട്ടി നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ആത്മീയ ഗർഭപാത്രമെന്ന് നാം പറയുന്നത്. നിങ്ങൾ വ്യത്യസ്തരായിട്ടുള്ള ആഹാരം ശീലിക്കുന്നവരാണെങ്കിലും നിങ്ങളെല്ലാവരും ഒരപ്പത്തിൻ്റെ അംശികളാണെന്ന് തിരുവത്താഴം നമ്മളോട് പറയുന്നുണ്ട്. ആർക്കാണ് ദരിദ്രനും ധനവാനും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുവാൻ അവസരം തന്നത്? ഈ തിരുവത്താഴമാണ്. സൗന്ദര്യമുള്ളവനും ഇല്ലാത്തവനും അപ്പുറം ഇപ്പുറം ഇരുന്ന് ആഹാരിക്കുവാൻ അവസരം നൽകിയത് ഈ പള്ളിയാണ്, ദൈവാലയമാണ്. വ്യത്യസ്തരാണ് നാം, എങ്കിലും നാം ഒന്നാണ്. വൈവിധ്യങ്ങളുള്ളവരാണ് നാം എല്ലാവരും ഒരപ്പൻ്റെ മക്കളാണ്. കൂട്ടായ്മയിൽ വളരാം. ഈ സഭ നമ്മളിലൂടെ വളരട്ടെ. UAE സെൻറ്റർ നമ്മളിലൂടെ അനുഗ്രഹീതമാകട്ടെ. ഈ UAE സെൻറ്ററിലെ എല്ലാ കുടുംബങ്ങളും നമ്മളിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. ലോകത്തോട് നമുക്ക് സാക്ഷ്യമുള്ളവരായിരിക്കാം. ദൈവമേ, ഞങ്ങൾ വ്യത്യസ്തരാണെങ്കിലും ഒന്നാണെന്നുള്ള ബോധ്യത്തിലും ഒരപ്പൻ്റെ മക്കളാണെന്നുള്ള വിശ്വാസത്തിലും കൂട്ടായ്മയിലും വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. Thank you. Meditation is the bridge between hearing from God and speaking to God. ഡൊണാൾഡ് എസ് വിറ്റ്നി എന്ന അമേരിക്കൻ ഇവാഞ്ചലിക്കൽ തിയോളജൻ്റെ ഒരു വാക്കാണ്. ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതിനും ദൈവത്തോട് സംസാരിക്കുന്നതിനുമിടയിലുള്ള പാലമാണ് ധ്യാനം. സുറിയാനി സഭയുടെ സമ്പന്നമായ ആത്മീയ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ധന്യജീവിതത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുന്ന ആത്മീയ ആചാര്യനാണ് ബർണബാസ് തിരുമേനി. സഭയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യങ്ങളെയും ആരാധനാനുഷ്ഠങ്ങളെയും സംരക്ഷിക്കുന്നതിലും അവയെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിലും തിരുമേനി എന്നും അതീവ ശ്രദ്ധ പുലർത്തുന്നു. ഇന്ന് ഈ UAE സെൻറ്റർ പാരിഷ് മിഷൻ്റെ മീറ്റിങ്ങിൽ, ഈ എല്ലാ ഓർഗനൈസേഷൻ്റെയും മീറ്റിങ്ങിൽ ഇന്ന് തിരുമേനിയുടെ സാന്നിധ്യം നമ്മൾക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്നതാണ്. ഈ ധന്യമുഹൂർത്തത്തിൽ അഭിമന്യ തിരുമേനിയെ ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട അച്ഛന്മാരെ, കുഞ്ഞുങ്ങളെ, ദൈവജനമേ, പലയിടങ്ങളിൽ നിന്നായി നിങ്ങൾ ഒന്നിച്ച് ഒരു മനസ്സോടുകൂടെ ഐക്യത്തിൻ്റെ ഭാവത്തിൽ ഈ പരിശുദ്ധ ദേവാലയത്തിൽ വന്ന് ആരാധിക്കുന്നതിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് വളരെ സന്തോഷമാണ്. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വൈ യു ആർ ഹിയർ. ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോൾ പള്ളിയിലെ വൈസ് പ്രസിഡൻ്റ് എന്നോട് ചോദിച്ചതാണ്, വൈ യു ആർ ഹിയർ. പേടിച്ചുപോയി. പള്ളിക്കാരെ സ്നേഹിക്കാൻ വേണ്ടി വന്ന് എന്നോട് അങ്ങനെ ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്? എനിക്ക് തന്നെ ഒരു ഉദ്ദേശമുണ്ടോ? എനിക്ക് പള്ളിയെക്കുറിച്ചൊരു താല്പര്യമുണ്ടോ? എൻ്റെ മിഷൻ എന്താണ്? അതൊക്കെ ആ ചോദ്യത്തിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടു. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നു? ആകെ 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മീറ്റിങ്ങിന് വേണ്ടി എത്രയോ കിലോമീറ്റർ യാത്ര ചെയ്താണ് നിങ്ങൾ വന്നത്. നിങ്ങളിവിടെ കൊണ്ടുവന്നത് കർത്താവാണ്, കർത്താവിൻ്റെ സ്നേഹമാണ്, നിങ്ങളുടെ സഭയോടുള്ള ബന്ധമാണ്. അന്യോന്യമുള്ള സംഘടനകൾ ഒന്നായി നിന്ന് ഈ സഭയെ ഈ മണ്ണിൽ പിടിച്ചു നിർത്താൻ തക്കവണ്ണം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും ബോധ്യമാവണം. യേശു ക്രിസ്തു എന്ന വലിയ രക്ഷകനെ ഉള്ളതുപോലെ കണ്ട് മനസ്സിലാക്കാൻ നമ്മുടെ ഓരോ കൂട്ടായ്മയ്ക്കും കഴിയണം. നമുക്കൊത്തിരി പ്രസ്ഥാനങ്ങളുണ്ട്, ഒത്തിരി മാസികളുണ്ട്. എല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ക്രിസ്തു വിശ്വാസത്തിൽ വളരാൻ ഇതൊക്കെ നമ്മെ സഹായിക്കുന്നുണ്ടോ എന്നെനിക്കൊരു സന്ദേഹമുണ്ട്. യേശു തന്നെ ദൈവം, യേശു തന്നെ കർത്താവ് എന്ന് പറയുന്നതിനും മടിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. പല രക്ഷകന്മാരും പല മശിഹാമാരും ഉണ്ട് എന്നുള്ള ധാരണയിൽ തന്നെ യേശു അതിലൊരുവൻ എന്നൊരു ചിന്തയിലും സഭ പോകുന്നത് പോലെ എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. എന്നാൽ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടുന്ന സമയങ്ങളൊക്കെ അത് ഉജ്ജ്വലമായി ശ്രേഷ്ഠമായി നീ തന്നെ കർത്താവ് എന്ന് പറയണം. യേശു തന്നെ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണ്? എന്നും യേശു നമ്മോടും ചോദിക്കും, ഞാൻ ആരാണ്, ഞാൻ ആരാണ് നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ നമ്മുടെ സംഘടനകളിൽ കൂടെ നമുക്ക് കഴിയണം. ജൂലൈ മാസം 3-ാം തീയതി മാർത്തോമാ ശ്ലീഹായെ ഓർക്കുന്ന ദിവസമാണ്. പ്രത്യേക കാരണം, ഉയർത്തുന്നതിൻ്റെ യേശു ഉയർത്തു എന്ന് 10 ശിഷ്യന്മാർ തോമസിനോട് പറഞ്ഞു, വി ഹാവ് സീൻ ജീസസ്, ഞങ്ങൾ യേശുവിനെ കണ്ടു. ആ വാക്ക് കേട്ടപ്പോൾ
തോമസ് നടുങ്ങിപ്പോയി കാണും. എല്ലാവരും കൂട്ടത്തിൽ ഓടിപ്പോയതാണ് ക്രൂശീകരിക്കപ്പെട്ട യേശുവിനെ കണ്ടിട്ട്. അവൻ ഉയർത്തുമെന്ന് കേട്ടപ്പോൾ ഉണ്ടായിരുന്ന സംഭ്രമമാവാം. ഞാനാണല്ലോ ഇവൻ്റെ കൂടെ മരിക്കാൻ പോകുന്നത്. യെരിഹോവിൽ നിന്ന് യെരുശലേമിലേക്ക് പോന്നപ്പോൾ ബാക്കി ശിഷ്യന്മാരെ ഉറപ്പിച്ചെന്ന് ധൈര്യപ്പെടുത്തിയത് ഞാനാണല്ലോ, നമുക്കിവൻ്റെ കൂടെ മരിക്കാം. ഇപ്പോൾ യേശു ഉയർത്തുമെന്ന് പറഞ്ഞപ്പോൾ തോമസ് പറയുന്നു, ആ വോണ്ട് ബിലേ, ഞാൻ വിശ്വസിക്കുന്നില്ല, കാണണം, തൊടണം, മനസ്സിലാക്കണം. അങ്ങനെ തോമസിനെ കാണാൻ വേണ്ടി തന്നെ യേശു വരുന്നു. യേശു വരുമ്പോൾ തോമസിനോട് പറഞ്ഞു, വരിക, നീ ആവശ്യപ്പെടുന്നതുപോലെ എൻ്റെ കയ്യിലെ മുറിപാടുകൾ കാണുക, എൻ്റെ മാർവിടത്തിലെ മുറിപാട് കാണുക, നീ അവിടെ കൈയിട്ട് നോക്കുക. തോമസ് നെടുമ്പാട് വീണ് പറഞ്ഞു എന്നാണ് എൻ്റെ അഭിമതം. ഈ വാക്ക് കേട്ടപ്പോൾ, ഈ ശബ്ദം കേട്ടപ്പോൾ അങ്ങനെയാണ്. 6 പേര് പത്രോസിനോട് ചേർന്ന് മീൻ പിടിക്കാൻ പോയപ്പോൾ യേശു ഉയർത്തുമെന്ന് അറിഞ്ഞിട്ടും കണ്ടിട്ടും ഗ്രഹിക്കാതെ ശിഷ്യന്മാർ പോയപ്പോൾ യേശു കരയിൽ നിന്ന് ചോദിക്കുന്നു, മക്കളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഈ ശബ്ദം കേട്ട ഉടനെ യോഹന്നാൻ അപ്പോസ്തലൻ പത്രോസിനോട് പറഞ്ഞു, ലുക്ക് പീറ്റർ, ദിസ് ഇസ് നൺ അതർ ദാൻ അവർ ലോഡ്. നമ്മുടെ കർത്താവാണ്. നീ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞില്ലേ? ലോകം ദൈവത്തെ ആദ്യം മനസ്സിലാക്കിയ ശബ്ദത്തിലൂടെയാണ്. വെളിച്ചമുണ്ടാവട്ടെ, ദൈവം കൽപ്പിക്കുന്നു, വെളിച്ചമുണ്ടായി. ശബ്ദം. 29-ാം സങ്കീർത്തനം ശബ്ദത്തെക്കുറിച്ച് തന്നെ പറയുന്നു. ദൈവത്തിൻ്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, ദേവദാരുക്കളെ തൊലിയുരിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദത്തിന് ഭയങ്കര പവറാണ്. എബ്രായ ലേഖനത്തിൽ തന്നെ ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ ശബ്ദം കൊണ്ട് ദൈവം ജീവിപ്പിക്കുന്നു, കൊല്ലുന്നു. അതിശ്രേഷ്ഠമായ ശബ്ദത്തിലൂടെ ദൈവം സംഭാഷിക്കുന്നു. കുഞ്ഞുങ്ങളെ, പത്രോസ് അത് കേട്ടപ്പോൾ നടുങ്ങിപ്പോയി, വള്ളത്തിൽ നിന്ന് താഴെ ചാടിയെന്നാണ് പറയുന്നത്. തോമസിനോട് അതുപോലെ യേശു പറയുന്നു, തോമസ്. ആ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം നെടുവീർപ്പ് വീണ് താഴെ വീണ് കൈ ഉയർത്തി പറഞ്ഞു കാണും, നീ എനിക്ക് ദൈവമാണ്, നീ എനിക്ക് കർത്താവാണ്, നീ എനിക്ക് ദൈവമാണ്. യേശു ദൈവമാണ് എന്ന് പറയാനും വിശ്വസിക്കുന്നവരുമായിരിക്കണം നമ്മുടെ കൂട്ടത്തിൽ. യേശു ദൈവമല്ല എന്ന് വിചാരിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. യേശു പ്രവാചകന്മാരിൽ ഒരുവനെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതിശ്രേഷ്ഠനായ ഒരു മനുഷ്യനെന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ ആയിരിക്കണം ക്രിസ്ത്യാനി. യേശു കർത്താവാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിന് കിട്ടിയൊരു പേരാണ് കർത്താവ്, ലോഡ്. ഇതൊരു കോടതി ഭാഷയാണ്. വക്കീലന്മാർ, ജഡ്ജിമാർ അവരുടെ മുമ്പിൽ വണങ്ങിക്കൊണ്ട് പറയും, മൈ ലോഡ് എന്ന് പറഞ്ഞാണ് അവരുടെ വാദം ആരംഭിക്കുന്നത്. മൈ ലോഡ്. യേശു കർത്താവാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിന് സ്വർഗം കൊടുത്ത പേരാണ് കർത്താവ്. ജീവൻ്റെ മേലും മരണത്തിനു മേലും അധികാരമുള്ളവനായിട്ടാണ് യേശുവിനെ വിളിക്കുന്നത്. ഇനി ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നുവെന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുമ്പോൾ, ന്യായാധിപനായി വരുന്ന കർത്താവ്, ന്യായാധിപനായി മനുഷ്യരെ വേർതിരിക്കുന്നവനും കാണുന്നവനും വിധിക്കുന്നവനുമായ ഒരു ദൈവം ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. ജീവൻ്റെ മേലും മരണത്തിനു മേലും അധികാരമുള്ളവനാണ്. നാം ഓരോ പ്രാവശ്യം കൂടി വരുമ്പോഴും യേശുവിൻ്റെ കർത്തൃത്വത്തെ ഓർക്കുകയും യേശു എന്ന ദൈവത്തെ, യേശു എന്ന കർത്താവിനെ മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും കഴിയണം. മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് യേശു. ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് യേശു. ജീവൻ തരുന്നതും ദൈവം, ജീവൻ ദൈവത്തിങ്കിലേക്ക് ചേർക്കപ്പെടുന്നതും ദൈവം. ഈ ഓരോ പ്രാവശ്യം നമ്മൾ കൂടി വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് പക്വതയും വളർച്ചയും ഉയർച്ചയും നിലനിൽപ്പും വിശ്വാസ്യതയും നമുക്കുണ്ടാവണം. യേശു ദൈവമല്ല എന്ന് പറയുന്ന ആളുകളുടെ മധ്യത്തിൽ നാം ജീവിക്കുമ്പോൾ യേശുവിനെ ദൈവമായി കാണാനും ഉൾക്കൊള്ളുവാനും, യേശുവാണ് സർവ്വത്തിൻ്റെ ഉടമ എന്ന് ഉൾക്കൊള്ളുവാനും കഴിയണം. ഓരോ പ്രാവശ്യത്തെ നമ്മുടെ ആരാധനയിലൂടെ കർത്താവിൻ്റെ ഉയർപ്പും മരണവും സ്വർഗാരോഹണവും നാം ഓർക്കുകയും വീണ്ടും വരുന്ന കർത്താവിൻ്റെ ആശ്രയത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യത്തെ നമ്മുടെ കൂടിവരവിൽ ഈ യാഥാർത്ഥ്യം അർത്ഥം ശങ്കയില്ലാതെ വണ്ണം പിടിച്ച് മനസ്സിൽ പുകൾക്കൊള്ളുന്നതിന് നമ്മുടെ കൂട്ടായ്മയ്ക്ക് സഹായിക്കണം. നിങ്ങളെന്തിനിവിടെ വന്നു? യേശു തന്നെ ദൈവമെന്നും യേശു തന്നെ കർത്താവെന്നും സേനയിൽ അധിപനെന്നും നാം പാട്ടുപാടിയല്ലോ. അതിൻ്റെ അർത്ഥം മുഴുവൻ നോക്കുമ്പോൾ എല്ലാറ്റിനും അധിപനായ ഒരു ദൈവം, അവൻ മാത്രം എന്ന് പറയണം. യേശു ദൈവം എന്നും യേശു അല്ലാതെ രക്ഷകനുണ്ടെന്നും പഠിപ്പിക്കുന്ന ക്രിസ്ത്യാനികൾ തന്നെ ഉള്ളപ്പോൾ അതിൻ്റെ മധ്യത്തിൽ പതറിപ്പോകാൻ നിൽക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വിശ്വാസം ശോധനയപ്പെടുന്നൊരു കാലത്തിലാണ് ജീവിക്കുന്നത്. നൈജീരിയ, ഇറാഖ്, ഇറാൻ തുടങ്ങിയ പല സ്ഥലങ്ങളും ക്രിസ്ത്യാനി ആയതുകൊണ്ട് കൊല്ലപ്പെടുന്നവരുണ്ട്. എന്നാൽ പോലും വിശ്വാസം തള്ളിപ്പറയാതെ മരണത്തെ സ്നേഹിക്കുന്ന വിശ്വാസികളുണ്ട്. ഇതൊക്കെ നമുക്ക്
അകലങ്ങളിലാണെന്ന് തോന്നാമെങ്കിലും ഇനി ഇതിനുള്ള കഷ്ടകാലങ്ങൾ കൂടിക്കൂടി വരികയാണ്. നമ്മുടെ കുട്ടികൾ തന്നെ കർത്താവിനെ സ്നേഹിക്കുകയും സാക്ഷിക്കുകയും ചെയ്യുന്നവർ കുറഞ്ഞു വരുന്നോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അത്ഭുതകരമായൊരു പ്രതിഭാസം മറ്റൊന്നുണ്ട്. യൗവനക്കാർ ധാരാളം പേര് യേശു തന്നെ കർത്താവെന്ന് സാക്ഷിക്കാനും മുന്നോട്ട് വരുവാനും അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ പിടിച്ചു നിൽപ്പാനും കരുത്ത് നേടുവാനും ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ മക്കളോട് ചേർന്ന് യേശു തന്നെ ദൈവമെന്ന് പറയാൻ ശ്രമിക്കണം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർത്തിരിക്കുന്ന യേശു ചരിത്രത്തിലേക്ക് പ്രവേശിച്ച ദൈവം അവിടുന്ന് സ്ഥായിയായും അനാദിയായും ദൈവം തന്നെയാണ്. നമ്മുടെ ഓരോ കൂടിവരയിലും ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുന്നതിനും സഭ കെട്ടുപണി ചെയ്യുന്നതിനും സാധിക്കണം. കേരളത്തിലെ കുട്ടികളൊക്കെ കുറഞ്ഞു വരുന്നൊരു കാലം. എല്ലാവരും പലയിടങ്ങളിലേക്ക് ചിതറി പോവുകയാണ്. എല്ലാം പോകുന്നതൊന്നും കുഴപ്പമില്ല. പക്ഷേ അടിസ്ഥാനപരമായ ക്രിസ്തീയ വിശ്വാസം എല്ലാ കുട്ടികൾക്കും കൊടുക്കണം. പേരൻസിന് അതിന് കഴിയണം. യേശുവാണ് ദൈവം. തോമസ് അപ്പോസ്തലൻ്റെ വിശ്വാസം, യേശു എനിക്ക് ദൈവമാണ്, യേശു എനിക്ക് കർത്താവാണ്, എല്ലാറ്റിൻ്റെയും ഉടമയും അവകാശിയും അവിടുന്ന് തന്നെയാണ്. അവിടുത്തെ കൃപയാൽ ഞാൻ ഈ മണ്ണിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്നിൽ നിറവേറ്റുവാൻ തക്കണം ദൈവത്തിന് സമർപ്പിത ജീവിതമായി നാം തീരണം. അങ്ങനെയാണ് സഭ കെട്ടുപണി ചെയ്യേണ്ടത്. ഇവിടെ അനേകരുടെ മധ്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. നിങ്ങളുടെ ഓഫീസിൽ തന്നെ പല ആളുകളുണ്ടാവണം. നിങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്ക് തോന്നണം, വൈ യു ആർ ഡിഫറെൻറ്റ്, നിനക്കൊരു പ്രത്യേകതയുണ്ടല്ലോ. എന്താണ് നീ ഒരു പ്രത്യേകത? ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ദൈവഭയമുള്ളവനാണ്, മനുഷ്യ നന്മയിൽ ആഗ്രഹിക്കുന്നവനാണ്, എല്ലാവരുടെയും ജീവനും സ്വത്തിനും ദൈവം തമ്പുരാൻ തന്നെ കാവലും കോട്ടയുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നവനാണ്, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്നവനാണ്. അങ്ങനെ നന്മ കൊണ്ട് ജീവിതത്തെ കാണിച്ച് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ ഈ മണ്ണിലെ നിങ്ങളുടെ താമസവും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ആരാധനയും മുഖാന്തരമായി തീരണം. നാളെ എനിക്ക് ഇവിടുത്തെ ഷെയ്ഖ് നഹ്യാനെ കാണാൻ ഒരു അവസരം തന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഈ നാട്ടിൽ വന്ന് പാർക്കുന്ന നമ്മളെക്കുറിച്ച് വളരെ അഭിമാനവും സന്തോഷവുമാണ്. ഓരോ പ്രാവശ്യം ഞാൻ വന്ന് അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം ഈ ഇടവുകളൊക്കെ ഈ രാജ്യത്തിന് കൊടുക്കുന്ന നന്മ എണ്ണി പറയാറുണ്ട്. അതാണ് നല്ല സാക്ഷ്യം. അങ്ങനെ അനുഗ്രഹീത സാക്ഷ്യമുള്ള മക്കളായി സഭയ്ക്കും ദേശത്തിനും കൊള്ളാവുന്നവരായി വളരുവാനും ഈ കൂട്ടായ്മ സഹായിക്കട്ടെ. ഞങ്ങളുടെ ഇടവക മിഷനും സേവികാ സംഘവും സൺഡേ സ്കൂളും എല്ലാം ചേർന്ന് യുവജന സഖ്യക്കാരോട് ചേർന്ന് അനുഗ്രഹീതമായ ശുശ്രൂഷ ഈ കാലയളവിൽ ചെയ്യുവാൻ നിങ്ങളുടെ യൂണിറ്റി, ഐക്യം അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ഈ കൂട്ടായ്മ ആവട്ടെ എന്നും ക്രിസ്തു വിശ്വാസത്തിൽ നല്ല ഉറപ്പിക്കപ്പെട്ട മക്കളായി തീരുവാൻ ദൈവം നിങ്ങളെ തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു തിരുമേനി. തിരുമേനിയുടെ വാക്കുകൾ UAE സെൻറ്റർ പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായി തീരട്ടെ. തുടർന്ന് ലൈറ്റിംഗ് ദ ലാമ്പ് സെറമണിയാണ് ഇവിടെ നടക്കുന്നത്. ആദ്യം ബഹുമാനപ്പെട്ട തിരുമേനി ഭദ്രദീപം കൊളുത്തി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പാരിഷ് മിഷൻ്റെ ഓഫീസ് ബെയറേഴ്സ്, അതേ തുടർന്ന് സേവികാ സംഘം ഈ ക്രമത്തിൽ മുമ്പോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പാരിഷ് മിഷൻ ഓഫീസ് ബെയറേഴ്സ്, അതിനുശേഷം സേവികാ സംഘം, അതിനുശേഷം ക്വയർ, അതിനുശേഷം സൺഡേ സ്കൂൾ, സെൻറ്ററിലെ ക്ലർജിയെ റെപ്രസെൻ്റ് ചെയ്ത് റെവറൻ ഷിജു ഫിലിപ്പ്, റാസൽ ഖേമ ഇടവക. അദ്ദേഹത്തുനിന്ന് റെവറൻ ഡോക്ടർ അരുൺ തോമസ്. സീനിയർ സിറ്റിസൺ റെപ്രസെൻറ്റേറ്റീവ്സിനെയും ക്ഷണിക്കുന്നു. പാരിഷ് മിഷൻ ഓഫീസ് ബെയറേഴ്സ്, സേവിയാ സംഘം, ക്വയർ, സൺഡേ സ്കൂളിൻ്റെ പ്രതിനിധികൾ, നമുക്ക് നല്ല കൈയടി കൊടുക്കാം.
കോയറിൻ്റെ പ്രതിനിധികൾ, സൺഡേ സ്കൂളിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ്, സെൻറ്റർ ക്ലർജിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് റെവറൻഡ് ഷിജു ഫിലിപ്പ് റാസൽ ഖൈമയുടെ നിന്നും, റെവറൻഡ് ഡോക്ടർ അരുൺ തോമസ്, താങ്ക് യു. ദൈവസ്തുതിയുടെ മധുരസ്വരങ്ങളാൽ നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തുവാൻ UAE സെൻറ്റർ ക്വയറിനെ സാദരം ക്ഷണിക്കുന്നു.
താങ്ക് യു സെൻറ്റർ ക്വയർ. വളരെ മനോഹരമായിട്ടുള്ള ഈ ഗാനത്തിനായി വീണ്ടും നന്ദി കരയറ്റുന്നു. അങ്ങേക്കായിട്ടാണ് അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അങ്ങയിൽ വിശ്രമം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. യു ഹാവ് മെയ്ഡ് അസ് ഫോർ യുവർ സെൽഫ് ആൻഡ് അവർ ഹാർട്ട് ഇസ് റെസ്റ്റ്ലെസ് അൻറ്റിൽ ഇസ് റെസ്റ്റ് ഇൻ യു. അഗസ്റ്റിൻ്റെ ഒരു കോട്ടാണ് ഞാനിവിടെ പറഞ്ഞത്. ദൈവവചനം ആഴത്തിൽ പഠിച്ചതും. ഇന്ന് നമ്മുടെ റാന്നി നിലക്കൽ ഭദ്രാസന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന, ലിറ്റർജിയിൽ ഡോക്ടറേറ്റും കൂടി നേടിയ റവറൻഡ് ഡോക്ടർ അരുൺ തോമസിനെ ആശംസ പ്രസംഗത്തിനായിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഭിനന്ദ തിരുമേനി, വന്ദിരായിരിക്കുന്ന അച്ഛന്മാരെ, UAE സെൻറ്ററിലെ വിവിധ പോഷക സംഘടനകളുടെ പ്രതിനിധികളായിട്ട് ഇന്നിവിടെ ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തു യേശുവിലുള്ള സ്നേഹവന്ദനത്തെ ആദ്യമേ തന്നെ അറിയിക്കട്ടെ. എന്തുകൊണ്ടും വളരെ അനുഗ്രഹകരമായൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മനോഹരമായ രാജ്യത്ത് പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് പാർക്കുന്നതിന്, ജോലി ചെയ്യുന്നതിനൊക്കെ ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങളെല്ലാവരും. ഇന്ന് പ്രഭാതത്തിൽ ദേവാലയത്തിൽ വെച്ച് ഈ ഇടവകയിലെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അഭിനന്ദ തിരുമേനി പറഞ്ഞു, പേർഷ്യ എന്ന ഒരു സ്വപ്നഭൂമിയിലേക്ക് വരുവാൻ കേരളത്തിൻ്റെ മണ്ണിലെ ഒരുപാട് യൗവനക്കാർ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ്. അവിടേക്ക് വരുന്നതിന് മാത്രമല്ല, ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത പോലെ കുടുംബമായിട്ട് താമസിക്കുന്നതിന്, ചിലർക്കെങ്കിലും വീടുകൾ സ്വന്തമായിട്ട് വാങ്ങി താമസിക്കുന്നതിന്, ഇവിടെ ഒരു നല്ല കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് നിലനിൽക്കുന്നതിനൊക്കെയുള്ള വലിയ ഭാഗ്യം ലഭിച്ചൊരു സമൂഹമാണ്. മാർത്തോമ സഭയ്ക്കെന്നും ഒരു അഭിമാനമാണ് ഈ ദുബായിയുടെ മണ്ണിലെ ഇടവകളും ഇടവകയിലെ ജനങ്ങളും എല്ലാം. നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങളാണ് അതിനെല്ലാം കാരണമായിരിക്കുന്നത്. തിരുവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് നമ്മളോട് നിങ്ങളിങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉദാഹരണം കർത്താവ് പറയുന്നത് വെളിച്ചത്തെക്കുറിച്ചുള്ളതാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വെളിച്ചമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വെളിച്ചത്തിൻ്റെ ഒത്തിരി ക്വാളിറ്റീസിനെ കുറിച്ചൊക്കെ കർത്താവ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്നിട്ട് ആ വെളിച്ചത്തെക്കുറിച്ചുള്ള വാക്യങ്ങൾ അവസാനിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എന്നാണ്. നമ്മൾ വളരെ സാവധാനത്തിൽ വായിച്ചു വിട്ടുപോകുന്നൊരു വേദഭാഗമാണ്. നമ്മളൊരു മ്യൂസിയത്തിലേക്ക് കയറുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ടുണ്ട്. എന്നാൽ ചില വസ്തുക്കളുടെ അടുക്കൽ നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് അതിനെ കണ്ട് നമുക്ക് പോകാൻ കഴിയത്തില്ല. ചിലപ്പോൾ അതിൻ്റെ ചുറ്റുമൊന്ന് നടന്ന് കാണുമ്പോൾ കുറച്ചുകൂടി വിശാലമായിട്ട് ആ ഒബ്ജക്റ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ നമ്മൾ കുറച്ച് സൂക്ഷ്മതയിൽ നടക്കേണ്ട ഒരു വാക്യമാണത്. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. കൊച്ചുനാളിൽ എൻ്റെയൊക്കെ ബാല്യത്തിൽ സ്കൂളിൽ പഠിക്കുമ്പം അന്ന് നമുക്ക് ഈ പല വോൾട്ട് വ്യത്യാസത്തിലുള്ള ബൾബുകളുള്ള കാലമാണ്. ട്യൂബ് ലൈറ്റുകളൊന്നുമില്ല. കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ട്യൂബ് ലൈറ്റ് ഉണ്ടാകുന്നത്. 40 വോൾട്ട്, 60 വോൾട്ട്, 80 വോൾട്ട്, 120 വോൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രകാശമാണ്. അത് മേടിച്ചിട്ടാൽ 4 മാസം കഴിയുമ്പോൾ ഫ്യൂസായിപ്പോവും.
അപ്പോൾ ഈ 40 വാട്ടിൻ്റെ 60 വാട്ടിൻ്റെ ഒക്കെ ബൾബിൻ്റെ മുൻപിൽ പഠിക്കാൻ ജൂൺ തുടങ്ങുമ്പോൾ ഒരു നല്ല മേശയൊക്കെ ഇട്ട് തരും. ഞങ്ങളുടെ വീട്ടിൽ ഈ മേശയിട്ട് റെഡിയാക്കി തരുന്നത് എൻ്റെ വല്യപ്പച്ചനായിരുന്നു. അപ്പോൾ അപ്പച്ചൻ ഈ മേശ ഇടുന്നതിനൊരു കണക്കുണ്ട്. അതിന് പ്രത്യേകിച്ച് മറ്റു കാരണങ്ങളൊന്നുമല്ല പരിഗണിക്കുന്നത്. വെളിച്ചം പഠിക്കാനിരിക്കുമ്പോൾ മുന്നിലാണോ വരുന്നതെന്ന് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പം അന്ന് കൊച്ചു പിള്ളേരായിരിക്കുമ്പോൾ ഇതിൻ്റെ ഗുട്ടൻസ് ഒന്നും നമുക്ക് പിടികിട്ടുകയില്ല. ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ, പഠിക്കാനിരിക്കുമ്പോൾ വെളിച്ചം പുറകിലാണെങ്കിൽ പുസ്തകത്തിലേക്ക് നമ്മുടെ നിഴൽ മാത്രമേ വീഴത്തുള്ളൂ, വെളിച്ചം ശരിക്ക് വീഴത്തില്ല. നമ്മളുടെ വെളിച്ചം അവരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ എന്ന് പറയുന്നതും ഇതേ സൂക്ഷ്മതയോടുകൂടിയാണ്. ഒരു ഇടവകയുടെ വലിയ ബലമാണ് സംഘടനകളെല്ലാം. സംഘടനകളെല്ലാം ഇടവകയുടെ മുൻപിലെ വെളിച്ചങ്ങളായിട്ട് മാത്രം നിൽക്കണം. അങ്ങനെ അല്ലെങ്കിൽ എന്തു പറ്റും? ഈ വെളിച്ചം തലയ്ക്ക് പുറകിലേക്ക് പോയാൽ പിന്നെ ഒരു നിഴലാണ്. നിഴലിനോടുകൂടെ യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ഇടവകൾക്ക് സംഘടന ഒരു നിഴൽ യുദ്ധം ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ ആയിട്ട് മാറാറുണ്ട്. ഇടവകയെക്കാളും വലുതായിട്ട് വളരുന്ന സംഘടനകളുണ്ട്, ഇടവകയെ വിഴുങ്ങിക്കളയുന്ന സംഘടനകളുണ്ട്, പോഷക സംഘടന മൂലം നിലനിൽക്കാൻ കഴിയാത്ത സ്ഥിതിയുള്ള സ്ഥലങ്ങളുമൊക്കെ ഉണ്ട്. അങ്ങനെ തലയ്ക്ക് പുറകിലെ വെളിച്ചങ്ങളാകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രകാശം അവരുടെ മുൻപിൽ വിളങ്ങിക്കൊണ്ടിരിക്കണം. നിഴൽ വീഴാത്ത വെളിച്ചം പ്രകാശം നൽകുന്ന പ്രവർത്തനങ്ങളായി, സംഘടനകളായി, നേതാക്കളായിട്ട് ഈ ദേശത്ത് ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ആശംസ. ഇന്ന് ഞങ്ങൾക്കൊക്കെ തന്ന ഈ മനോഹരമായ ഈ പൂവിൽ ഒരു നല്ല 4 വരി കവിത കൂടി വെച്ചാണ് തന്നത്. എമിലി ഡിക്കൻസിൻ്റെ മനോഹരമായ 4 വരികളാണ്. മൈ റിവർ റൺസ് ടു ദീ ബ്ലൂ സീ വിൽ ദോ വെൽക്കം മീ, മൈ റിവർ എവൈറ്റ്സ് റിപ്ലൈ ഓ സീ ലുക്ക് ഗ്രേഷ്യസ്ലി. അതിനെ മലയാളത്തിൽ പരിഭാഷ ചെയ്താൽ ഇങ്ങനെ പറയാം: ജീവിതമാകുന്ന എൻ്റെ നദി നിന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നീലക്കടലെ നിൻ്റെ അഗാധമായ നീലിമയിലേക്ക് നീ എന്നെയും സ്നേഹത്തോടെ ചേർക്കുമോ? ഇതെനിക്ക് തോന്നുന്നു വാലൻറ്റൈൻസ് ഡേക്ക് വല്ലതും കൊടുക്കാനായിട്ട് അവർ ചെയ്തതാണെന്നാണ് തോന്നുന്നത്. പക്ഷെ നമുക്കൊരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ, കർത്താവാകുന്ന ഒരു നീല കടലിലേക്ക്, അതിൻ്റെ ആഴത്തിലേക്ക് സഞ്ചരിക്കുന്ന ജലാശയങ്ങളാണ് നമ്മളെല്ലാവരും. ആ നീലക്കടലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഈ നിഴലോടുകൂടി ഉള്ള യാത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. നമ്മുടെ വെളിച്ചം കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ മുൻപിൽ തന്നെ ആയിരിക്കണം. ഈ ഇടവയ്ക്ക്, ഈ ദേശത്തെ എല്ലാ ഇടവകൾക്കും, ഇവിടെ കൂടുന്ന ജനങ്ങൾക്കും പ്രകാശം നൽകുന്ന കർത്താവെന്ന സത്യത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അനുഗ്രഹീതമായ സമൂഹമായിട്ട് ഈ ദേശത്ത് നിലനിൽക്കുവാൻ കർത്താവ് തൻ്റെ വലിയ കരുണയിൽ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ചുരുക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you, അച്ഛൻ, for your kind words. നന്ദിയുടെയും വിശ്വാസപരമായ ഉത്തരവാദിത്വത്തിൻ്റെയും പ്രതീകമായി ഇപ്പോൾ സ്തോത്ര കാഴ്ച നടത്തപ്പെടുന്നതാണ്. സ്തുതിഗാനം അബുദാബി മാർത്തോമ പാരിഷ് മിഷൻ ആലപിക്കുകയും കളക്ഷൻ ഷാർജ, ഫുജേറ, റാസൽ കൈമ ശാഖകളുടെ പ്രതിനിധികൾ നിർവഹിക്കുകയും ചെയ്യുന്നതാണ്. സ്തോത്രകാഴ്ചകൾ കളക്ട് ചെയ്യുന്നതിന് ഷാർജ, ഫുജേറ, റാസൽ ഖൈമ പ്രതിനിധികൾ മുമ്പോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഷാർജ, ഫുജേറ ആൻഡ് റാസൽ ഖൈമയുടെ പ്രതിനിധികൾ.
കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിന്റെ കരമന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. കൂടാരമാകും ഭൗമഭവന കൂടുവിട്ടു പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു നമുക്കായി. കൂടാരമാകും ഭൗമഭവന കൂടുവിട്ടു പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു നമുക്കായി. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. കുഞ്ഞാട്ടിൻ കല്യാണമാടുത്തുവല്ലോ കാത്തിരിക്കുന്ന വിശുദ്ധരേ. കർത്താവിൻ ഗംഭീരനാദം കേൾക്കുമ്പോൾ കർത്തനോടു കൂടെ പോകും ഞാൻ. കുഞ്ഞാട്ടിൻ കല്യാണമാടുത്തുവല്ലോ കാത്തിരിക്കുന്ന വിശുദ്ധരേ. കർത്താവിൻ ഗംഭീരനാദം കേൾക്കുമ്പോൾ കർത്തനോടു കൂടെ പോകും ഞാൻ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. കാലം കഴിയും ഈ ലോകമഴിയും, കാൺമതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി. കാലം കഴിയും ഈ ലോകമഴിയും, കാൺമതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിന്റെ കരമന്നു തുളച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെ ഉറവിടമായ ഞങ്ങളുടെ കർത്താവേ, നീ തന്നതല്ലാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ലല്ലോ. നീ തന്ന അനുഗ്രഹങ്ങളുടെ ഒരു പങ്ക് വേർതിരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തന്നതോർത്ത് ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു. ഈ കാഴ്ചകളെ തിരുസഭയുടെ കെട്ടുപണിക്കും ദൈവരാജ്യത്തിൻ്റെ വർധനവിനും ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പുരോഗതിക്കുമായി ഉപയോഗിക്കണമേ. യേശു മൂലം യാചിക്കുന്നു, ദയ തോന്നി കേൾക്കണമേ. ആമേൻ. ഇന്നത്തെ ഈ സംഗമം സമാപനത്തിലേക്ക് എത്തുമ്പോൾ ഈ പരിപാടി അർത്ഥപൂർണവും വിജയകരവുമാക്കുന്നതിൽ പ്രാർത്ഥനയോടും പരിശ്രമത്തോടും കൂടെ പങ്കുവഹിച്ച ഓരോ വ്യക്തിയും ഓർക്കേണ്ടതാണ്. ഇന്നത്തെ പരിപാടിയുടെ കൺവീനറും അബുദാബി മാർത്തോമ പാരിഷ് മിഷന്റെ സെക്രട്ടറിയുമായ ശ്രീ രാജേഷ് ഈപ്പൻ ജോഷുവായെ ഞാൻ വോട്ട് ഓഫ് താങ്ക്സിനായി സാദരം ക്ഷണിക്കുന്നു.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ബഹുമാനമുള്ള റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെട്രോപൊലീത്ത തിരുമേനി, വേദിയിൽ ഉപവിഷ്ടരായ വൈദിക ശ്രേഷ്ഠരെ, യുഎയിലെ വിവിധ ഇടവകളിൽ നിന്ന് വന്നുചേർന്നിട്ടുള്ളവരായ ദൈവജനമേ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. ദൈവകൃപയാൽ UAE സെൻറ്ററിലെ വിവിധ ശാഖകളുടെ സെൻറ്റർ മീറ്റിങ്ങും പ്രവർത്തനോദ്ഘാടനവും ഇന്ന് ഈ ദേവാലയത്തിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടത്തുവാനായിട്ട് ദൈവം ഇടയാക്കിയല്ലോ. വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളുടെ സഭയുടെയും ഇടവകയുടെയും ആത്മീയമായ പരിപോഷണത്തിനും വളർച്ചയ്ക്കുമായിട്ടാണല്ലോ മാർത്തോമാ സഭയിലെ വിവിധ സംഘടനകൾ രൂപം കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ക്രിസ്തു എന്ന ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളാകുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഏറ്റവും വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും ദൈവത്തിൻ്റെ നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ഇപ്രകാരം ആത്മീയമായ കൂട്ടായ്മയിലും ദൈവവചനത്തിലും വളരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് UAE സെൻട്രൽ പാരിഷ് മിഷൻ്റെ പ്രസിഡൻറ്റും അബുദാബി മാർത്തോമാ ഇടവകയുടെ സഹവികാരിയുമായ റവറൻ ബിജോ എബ്രഹാം തോമസ് അച്ഛനാണ്. ഈ സെൻട്രൽ മീറ്റിംഗ് ഇത്രയും ഭംഗിയായി നടത്തപ്പെടുവാനുള്ള ഒരു പ്രധാന കാരണം ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ്. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും UAE സെൻറ്ററിലെ എല്ലാ സംഘടനകളുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഹൃദയപൂർവ്വം അറിയിക്കുക. ഇന്നത്തെ മീറ്റിങ്ങിൽ UAE സെൻറ്ററിൻ്റെ വിവിധ സംഘടനകളുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചതും മുഖ്യപ്രഭാഷണം നടത്തി നമ്മളെ അനുഗ്രഹിച്ചതും റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ കൂടിയായ റൈറ്റ് റവറൻ ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിയാണല്ലോ. തിരുമേനിയുടെ സാന്നിധ്യം ഈ മീറ്റിങ്ങിന് ഏറെ അനുഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ തിരുമേനിയുടെ വചനശ്രൂഷ പുതിയ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ഒരു ദിശാബോധം നൽകുവാനും ഇടയായിത്തീർന്നു. തിരുമേനിയോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും UAE സെൻറ്ററിലെ എല്ലാ സംഘടനകളുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും വളരെ വിനയത്തോടെ അറിയിക്കുകയാണ്. ഇന്നത്തെ മീറ്റിങ്ങിലെ ഏറ്റവും അനുഗ്രഹത്തിന് ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് അബുദാബി മാർത്തോമാ ഇടവകയുടെ വികാരിയായ റവറൻ ജിജോ സി ഡാനിയൽ അച്ഛൻ്റെ നേതൃത്വമാണ്. വളരെയധികം തിരക്കുകളുടെ മധ്യത്തിലും ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഏകോപിപ്പിക്കുവാൻ അച്ഛൻ സമയം കണ്ടെത്തുകയുണ്ടായി. അച്ഛൻ്റെ അസാന്നിധ്യത്തിലും അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. റവറൻ ഡോക്ടർ അരുൺ തോമസ് അച്ഛൻ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തുവല്ലോ. അച്ഛനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. UAEയിലെ വിവിധ ഇടവകകളിൽ നിന്ന് ഈ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാ പട്ടക്കാരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാ സംഘടനകളുടെയും ഓഫീസ് ബെയറേഴ്സ്, കമ്മിറ്റി മെമ്പേഴ്സ്, സംഘടനകളെ പ്രതിനിധീകരിച്ച് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മനോഹരമായി ഗാനങ്ങൾ ആലപിച്ച് ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ അബുദാബി മാർത്തോമാ പാരിഷ് മിഷൻ്റെ കൊയറിനോടും UAE സെൻറ്റർ കൊയറിനോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ വിവിധ ശുശ്രൂഷകൾ ചെയ്ത് വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ മീറ്റിംഗ് ഇത്രയും അനുഗ്രഹമായി നടത്തുവാൻ സാധിച്ചത് അബുദാബി മാർത്തോമാ ഇടവകയുടെ ഓഫീസ് ബെയറേഴ്സ്, കൈസ്ഥാന സമിതി അംഗങ്ങൾ, മറ്റിടവക ചുമതലക്കാർ എന്നിവരുടെ നിശ്ചയമായ സഹകരണം കൊണ്ടാണ്. എല്ലാ ചുമതലക്കാരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ ക്രമീകരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് അബുദാബി മാർത്തോമാ പാരിഷ് മിഷൻ, സേവികാ സംഘം, പാരിഷ് കൊയർ എന്നീ സംഘടനകളുടെ കൂട്ടായ പ്രവർത്തന ഫലമാണ്. എല്ലാവരോടും അതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്നത്തെ ഫുഡിൻ്റെ ക്രമീകരണങ്ങൾ നിർവഹിച്ചത് പാരിഷ് ഫുഡ് കമ്മിറ്റിയാണ്. അതിനു പിന്നിൽ പ്രവർത്തിച്ച ശ്രീ ബോബി ബാബു,
ബാബുവിനോടും മറ്റു പ്രിയപ്പെട്ടവരോടുമുള്ള നിസ്സീമമായ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഓഡിയോ വീഡിയോ ക്രമീകരണങ്ങൾ ചെയ്ത് സഹായിച്ചത് ചർച്ച് AV ടീമാണ്. എല്ലാവരോടുമുള്ള ഹൃദയംഗമായ നന്ദി ഈ സമയത്തിൽ അറിയിക്കുകയാണ്. മനോഹരമായി ഈ മീറ്റിംഗ് കോമ്പയർ ചെയ്ത് സഹായിച്ചത് പ്രിയപ്പെട്ട ബോബി ജേക്കബ്, എൽസ ഡിനു എന്നിവരാണ്. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിൻ്റെ ചെറുതും വലുതുമായ ക്രമീകരണങ്ങൾക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിച്ച ചർച്ച് കെയർ ടേക്കർ ജോസിയോടുള്ള നിസ്സീമമായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ മീറ്റിങ്ങിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചത് UAE പാരിഷ് മിഷൻ സെൻറ്റർ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ശ്രീ എബി ആനിക്കാടാണ്. ഒരു അതുല്യ കലാകാരൻ കൂടിയാണ് പ്രിയപ്പെട്ട എബിച്ചായൻ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് തിരുമേനിക്ക് സമർപ്പിച്ച മനോഹരമായ പോർട്രേറ്റ് അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടിയാണ്. പ്രിയപ്പെട്ട എബിച്ചായനോടുള്ള നിസ്സീമമായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ സെൻട്രൽ മീറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം UAEയിലെ വിവിധ ഇടവകകളിൽ നിന്ന് താല്പര്യത്തോടെ കടന്നു വന്ന് സംബന്ധിച്ച ദൈവജനമാണ്. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും UAE സെൻറ്ററിലെ നാമത്തിൽ അറിയിക്കുകയാണ്. ഇന്നത്തെ കൂടിവരവ് എല്ലാവർക്കും സന്തോഷവും അനുഗ്രഹവുമാക്കി തീർത്ത ത്രിയേക ദൈവത്തിൻ്റെ ഒരു പ്രാവശ്യം കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മിസ്റ്റർ രാജേഷ് ഈപ്പൻ ജോഷുവ. ഈ സമ്മേളനം സമാപിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലും സഭയിലും സമൂഹത്തിലും ദൈവകൃപയുടെ സാക്ഷികളായി ജീവിക്കുവാൻ ദൈവം നമ്മളെ ശക്തപ്പെടുത്തട്ടെ. ഇപ്പോൾ സമാപന പ്രാർത്ഥനയ്ക്കായി റവറൻ VT ജോസൻ അച്ഛനെ സാദരം ക്ഷണിക്കുന്നു. അതേ തുടർന്ന് ബഹുമാനപ്പെട്ട തിരുമേനി കർത്തൃപ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും നേതൃത്വം നൽകുന്നതാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ആഗോള സഭകൾക്കായി സ്തോത്രം. അൽപ്പെട്ടതായ മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്കായി, സഭയെ നയിക്കുന്ന അഭിനന്ദ തിരുമേനിമാർക്കായി, പട്ടക്കാർക്കായി, അൽമേർക്കായി, ജനത്തിനായി നന്ദിയോടെ സ്തോത്രം. ദൈവമേ, UAE സെൻറ്ററിനായി സ്തുതിക്കുക, ഉൾപ്പെട്ടതായ എല്ലാ ഇടവകൾക്കായി, വിവിധ സംഘടനകൾക്കായി നന്ദിയോടെ സ്തോത്രം. ദൈവം ഞങ്ങൾ ഒന്നിച്ച് കൂടി തിരുനാമയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് നേതൃത്വം നൽകിയതായ അഭിനന്ദിയ ഭരതവാസ് തിരുമേനിക്കായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ 50 വർഷമായി കർത്താവെ പട്ടത്തെ ശുശ്രൂഷയിലെ മേൽപ്പട്ടക്കാരനായി സഭകൾ മെത്രാപ്പൊലിത്തയായി ഈ സഭയെ നയിക്കാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. സകലജാതിര ശിഷ്യരാക്കികളുള്ള എന്നുള്ളതായ വാക്ക് കേട്ട് എല്ലാവരെയും സ്നേഹിക്കുവാനും കരുതുവാനും എല്ലാ സഭകളെ അംഗീകരിപ്പാനും ദൈവകൃപയിൽ മുമ്പോട്ട് പോകാൻ തക്കവണ്ണം അഭിനന്ദ തിരുമേനിയെ സഹായിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഈ സെൻറ്റർ നേതൃത്വം നൽകുന്നതായ സംഘടന നേതൃത്വം നൽകുന്ന അഭിനന്ദ വന്യ വൈദ്യർക്കായി നന്ദിയോടെ സ്തോത്രം. സെക്രട്ടറിമാർക്കായി, കമ്മിറ്റികൾക്കായി നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഇടവയ്ക്കായി സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ മടക്കയാത്രയിൽ നീ അവിടുന്ന് കൂടെയുണ്ടായി. പോകുന്ന ഇടവതലങ്ങളിൽ ഞങ്ങളുടെ സംഘടന ഈ വർഷം ഏറ്റവും അനുഗ്രഹകരമായി പ്രവർത്തിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെല്ലാവരെയും ശക്തീകരിച്ച് വഴി നടത്തണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, അന്യനായ പുത്രൻ്റെ കൃപ, മാറ്റമില്ലാത്ത പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, വാത്സല്യമുള്ളവരെ നിങ്ങൾ ഓരോരുത്തരോടുകൂടെ, നിങ്ങളുടെ ഇടവുകളോടുകൂടെ, സംഘടനകളോടുകൂടെ ഒന്നായി പ്രവർത്തിക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടായിരുന്ന് സഹായിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇതിനുശേഷം പാരിഷ് മിഷൻ്റെ ജനറൽ ബോഡി ദേവാലയത്തിനുള്ളിൽ വെച്ചും, സേവിക സംഘത്തിൻ്റെ ഭക്ഷണം കഴിച്ച ഇടം കമ്മ്യൂണിറ്റി സെൻറ്ററിൽ വെച്ചും, ഗായക സംഘത്തിൻ്റെ ഈ സൈഡ് റൂമിൽ പാട്ടുപാടാൻ കൂടിയ സ്ഥലത്ത് വെച്ചും കൂട്ടുന്നതാണ്. ഓർപ്പിക്കും. താങ്ക് യു. 5 മണിക്ക് പര്യവസാനിക്കത്തക്ക രീതിയിൽ എല്ലാം ക്രമീകരിക്കും.